വെൽക്കം ടു ഗീർ നാഷണൽ പാർക്ക്. ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഇന്ത്യയിലെത്തി അവിടുത്തെ വീഡിയോ ആണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നതെന്ന്. അല്ല ഗൈസ്, ഇത് ലണ്ടനിലുള്ള സൂവിൻ്റെ ഉള്ളിലുള്ള കാഴ്ചയാണ്. ഗീർ വനങ്ങളിൽ കാണപ്പെടുന്ന മൃഗങ്ങളെയൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. എസ്പെഷ്യലി സിംഹം. വളരെ മനോഹരമായ കാഴ്ചയാണ്. കാരണം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു ഇന്ത്യയിൽ ചെന്ന ഫീലാണ് നമുക്ക് ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യുക. കാരണം നമുക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഇന്ത്യയുടെ ദേശീയ പതാകയും അവിടുത്തെ നമ്മുടെ കൾച്ചറലായിട്ടുള്ള ഒരുപാട് പ്രതിഷ്ഠകളും പിന്നെ ദൈവങ്ങളുടെയും പിന്നെ പഴയ നമ്മുടെ നാട്ടിലുള്ള പല പല ഇൻസ്ട്രുമെൻസും പാത്രങ്ങളുടെയൊക്കെ ഫോട്ടോ കാണാൻ സാധിക്കുന്നുണ്ട്. ബൈനോക്കുലർ ഒരുപാട് ഫോട്ടോസുകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ കണ്ടോ, സിംഹത്തിൻ്റെ ഒരു ഇതുണ്ടാക്കി വെച്ചിരിക്കുന്നത്. പിള്ളേർക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. പിള്ളേർക്ക് കളിക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഇതാണ്. കാരണം നമുക്ക് ഇന്ത്യയിൽ ചെന്നൊരു ഫീലാണ് ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ തോന്നുന്നത്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു സിംഹത്തെ കണ്ടു. അതിൻ്റെ ഫോട്ടോ സൂം ചെയ്തെടുത്താണ്. ഇതിന് 2 എൻട്രൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വേറെ ഈ എൻട്രൻസിൽ കൂടെ പോയപ്പോൾ ഞങ്ങൾക്ക് 1-2 കാണാൻ സാധിച്ചുള്ളൂ. അടുത്ത എൻട്രൻസിൽ കൂടെ പോയപ്പോഴാണ് നമുക്കതിനെ കൂടുതൽ സിംഹങ്ങളെ കാണാൻ സാധിച്ചു. അപ്പോൾ നമുക്ക് എന്താ പറയുന്നത്, ഞാൻ കണ്ടതേ ഉണ്ട്, ഗണപതിയുടെ ഫോട്ടോ കണ്ടു, ദൈവങ്ങളുടെയൊക്കെ ഫോട്ടോ ഉണ്ട്. ആർക്കാലും ഇത് ഏതൊരു ഇന്ത്യക്കാരനായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഇവിടെയായിരിക്കും. കാരണം വെറൈറ്റീസ് ആയിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. കാരണം നമ്മുടെ പഴയ കാലങ്ങളിലുള്ള നമ്മൾ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ, നമ്മുടേതായ പാത്രങ്ങൾ വരെ ഇവിടെ അവർ കൊണ്ടുവന്ന് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് അതെല്ലാം ഇവിടെ അവർ സൂക്ഷിച്ചേക്കുന്ന കാണാൻ സാധിക്കും കേട്ടോ. ഇതൊക്കെ ഉണ്ട്. ഒരു റൂമിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചാണ് അവിടെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. അവിടെ തവിയും പാത്രങ്ങളൊക്കെ ഉണ്ട്, ചുറ്റുപാത്രം എല്ലാം ഉണ്ട് കേട്ടോ. ഇതേ ഉണ്ടോ, തവികൾ, ചുറ്റുപാത്രം, മഗ് ഉണ്ടോ, ചോറ് ഊറ്റുന്ന സാധനം എല്ലാം അവിടെ കണ്ടോ. വലിയ ജഗ്ഗുകൾ ഒക്കെ ഉണ്ട്. ഞങ്ങൾക്ക് എന്താ പറയുക, എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. കാരണം എന്താ പറയുന്നത്, നമുക്കൊരു സന്തോഷമാണ് ഇതൊക്കെ കാണുമ്പോൾ. അവർ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടെ ഓട്ടോറിക്ഷ ഉണ്ടോ, പിള്ളേർ അത് കണ്ടപ്പോൾ തന്നെ ഓടിപ്പോയി ഓട്ടോറിക്ഷ കയറി ഇരിക്കുന്നു. എല്ലാവരും ഹാപ്പിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അവസാന ഭാഗത്തായിട്ട് പിള്ളേർക്ക് കളിക്കാനുള്ള ഒരുപാട് സ്ഥലം കണ്ടു. അപ്പോൾ അവരുടെ ആ കളിക്കുന്നതും അതൊക്കെ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇതുകൂടാതെ എന്താ ലാൻഡ് ഓഫ് ദ ലയൺസ്, ഇതാണ് അടുത്തൊരു എൻട്രൻസ്. ഇതിലേ പോകുമ്പോൾ നമുക്ക് വേറെ കുറച്ച് സിംഹങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. അത് സിംഹങ്ങളുടെ മാത്രമല്ല കേട്ടോ, വേറെയും കുറച്ച് മൃഗങ്ങളുടെയും വീഡിയോസ് ഇതിലുണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഒരുമിച്ച് ഇടാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാനിങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടിരുന്നത്. ഇത് 3ാമത്തെ പാർട്ടാണ്. വലിയ സൂ ആണ്. കാരണം നമുക്കൊരു ദിവസം മൊത്തം നടന്ന് കാണാനുള്ള സ്ഥലമുണ്ട് ഇവിടെ മൊത്തം. അപ്പോൾ അതുകൊണ്ട് ഞാൻ 3-4-5 പാർട്ടായിട്ടാണ് ഇത് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് പിള്ളേരാണ് ഭയങ്കര ഹാപ്പി ആയത്. കാരണം ഒരുപാട് നാൾ കൂടി അവർ എന്താ പറയുന്നത്, പുറത്തൊന്നും പോകാതിരുന്ന അവരെ കൊണ്ടുപോയതാണ്. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. കണ്ടോ, കുരങ്ങനെ കണ്ടോ. ഇതാണ് ഇത് നേരത്തെ കാണിച്ച സിംഹമാണ്. ഹനുമാൻ്റെ ഫോട്ടോ ഉണ്ടോ. ഏതൊരു ഇന്ത്യക്കാരനാണെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിയുമ്പോൾ ഇഷ്ടപ്പെടും. കാരണം അത്രയ്ക്ക് മനോഹരമാണ് നമുക്ക് ഈ കാഴ്ചകളെല്ലാം. നാട്ടിൽ നിന്ന് നമ്മൾ പല മൃഗശാലകളും പോയിട്ടുണ്ട്. ഞാനാണെങ്കിൽ മൈസൂരിൽ പോയിട്ടുണ്ട്. അപ്പം അവിടുത്തെ അത്ര മൃഗങ്ങളില്ലെങ്കിൽ പോലും ഇവർ ആ ഉള്ള മൃഗങ്ങളെ അതിൻ്റേതായ കാലാവസ്ഥ കൊടുത്ത് അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. കാരണം ഇതുണ്ടോ, ഈ ദേശീയ പതാകകളൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ നല്ല നല്ല മനോഹരമായ കാഴ്ചകളാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഇതുണ്ടോ, ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഇന്ത്യയിലുള്ള ദേവന്മാരുടെയും ദേവതകളുടെയൊക്കെ ഫോട്ടോസ് അവർ പ്രദർശിച്ചിട്ടുണ്ട്. വീണ്ടും ഒരുപാട് സിംഹങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. ഇവർ ആ മഴ വേണ്ടിടത്ത് മഴയും തണുപ്പ് വേണ്ടിടത്ത് അതും അങ്ങനെ നമുക്ക് ഓരോന്നിനും അനുയോജ്യമായ ക്ലൈമറ്റ് ഇവരത് ആർട്ടിഫിഷ്യലായിട്ട് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കൊന്നും പക്ഷേ ഈ മൃഗശാല അത്ര പുതുമയുള്ളതായിരിക്കില്ല. കാരണം നമ്മൾ നാട്ടിൽ, ഇപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ചോളം ഞങ്ങൾ നാട്ടിൽ വയനാടാണ് സ്ഥലം. വയനാട്ടിലൊക്കെ ഒരുപാട് മൃഗങ്ങൾ നമ്മൾ നേരിട്ട് കാണുന്നതാണ്. വന്യമൃഗങ്ങൾ കേട്ടോ, ആന, കടുവ, പിന്നെ കുരങ്ങന്മാർ, മയിൽ, മാൻ, അങ്ങനെ ഒരുപാട് നമ്മുടെ വീടിൻ്റെ അടുത്ത് വരെ വീടിൻ്റെ അടുത്ത് തന്നെ കാണാൻ സാധിക്കുന്നതാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് വേറൊരു ഫീലിങ്സാണ്. ആമേനെ കണ്ട, ആമ ഒരുപാട് ഉണ്ട് കേട്ടോ. വളരെ രസമായിരുന്നു. ഒരു ദിവസം ഞങ്ങൾ അങ്ങനെ നന്നായിട്ട് അടിച്ചു പൊളിച്ചു. ഫ്രണ്ട്സ് എല്ലാവരും കൂടി എല്ലാവരും ഹാപ്പി ആയിരുന്നു. കാരണം ജസ്റ്റിനിക്ക് മാത്രം വരാൻ പറ്റിയില്ല. കാരണം അവൾക്ക് ഡ്യൂട്ടി ആയിരുന്നു, ലീവ് കിട്ടിയില്ല. ബാക്കി ഞങ്ങളെല്ലാവരും കൂടെ പോയി ഒരു ദിവസം മൊത്തം എൻജോയ് ചെയ്തു. സമ്മർ ആയതുകൊണ്ടാണ് ഇങ്ങനെ പോകാൻ പറ്റിയത്. തണുപ്പായി കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങാൻ പറ്റുമല്ലോ. അപ്പോൾ അതിനു മുമ്പ് 1-2 ട്രിപ്പ് ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തേക്കുമായിരുന്നു. അങ്ങനെ പോയതാണ് വന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. പിന്നെ എന്താ പറയുക, ഇനി ഇതിൻ്റെ ഇരുട്ടത്തായിട്ട് നമുക്ക് ചില പരിപാടികൾ കാണാം കേട്ടോ. ഇതൊക്കെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. താങ്ക് യു.